ഇതുവചനം തിരുവചനം മുക്തിദായക വചനം എൻ ഹൃത്തിൽ ഫലമേകും ജീവദായക വചനം. ഈ വചനം കേട്ടിടുവാൻ ഹൃദയമൊരുക്കിയിടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. നൂറുമേനിയുടെ ഒരു പുതിയ പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 മെയ് 4 ഞായറാഴ്ച. ഇന്നത്തെ സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഉദിതനായതിനു ശേഷം ഈശോ ശിഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും അവരോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന ദൈവം. സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ ശിമയോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് 3 പ്രാവശ്യം ഈശോ ചോദിക്കുകയും 3ാമത്തെ പ്രാവശ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കറിയാമല്ലോ കർത്താവേ എന്ന് പ്രത്യുത്തരം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ശിമയോൻ. പ്രിയമുള്ളവരെ, സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്ന ഈ ചോദ്യം സുവിശേഷത്തിൽ മാത്രം ഒതുങ്ങിക്കൊള്ളുന്ന ഒന്നല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെ നീണ്ടെടുക്കുന്ന ആ പുസ്തകങ്ങളിൽ ദൈവം നമ്മളോട് വിചിന്തനത്തിനായി ചോദിക്കുന്ന ചോദ്യം അതുതന്നെയാണ്. എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട്, ഇവയേക്കാൾ ഉപരിയായിട്ട്, ഇവരെല്ലാവരെയുംക്കാൾ ഉപരിയായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. നമ്മൾ ഏത് ജീവിതാന്തസ്സിൽ ജീവിക്കുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ, സന്യാസമാകട്ടെ, പൗരോഹിത്യമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, ഏകസ്ഥമാകട്ടെ, നമ്മളോടെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തന്നെയാണ്. നിന്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നീ എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. ഈ ദിവസങ്ങളിലെല്ലാം കേരള ദേവാലയങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ദിവസമാണിന്ന്. ഈ ദിവസം പരിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാം ഉള്ളിൽ മറ്റൊന്നുമല്ല ഉള്ളത്, മറിച്ച് ഈശോയോടുള്ള ഒരിക്കലും അടങ്ങാത്ത സ്നേഹമാണ്. ഈ സ്നേഹം എപ്പോഴും അവരുടെ ഉള്ളിലുള്ളപ്പോൾ അവർ ഈശോയെ സ്നേഹിക്കുന്നതിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഇന്ന് നടക്കുന്ന വിവാഹങ്ങളിലെല്ലാം പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയിൽ പരസ്പരം സന്തോഷത്തിൽ ജീവിക്കുവാൻ സന്നദ്ധരാണോ എന്ന്. അത് സ്നേഹത്തിൻ്റെ അടയാളമായി മാറുമ്പോഴാണ് ദൈവത്തിൻ്റെ കൂദാശയായി മാറുന്നത്. ദൈവം ശിമയോട് പ്രത്യേകമായിട്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരം ചോദിക്കുന്നത്? കാരണം അവന് വലിയ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനം നമുക്ക് നൽകുന്ന ആദ്യത്തെ ചോദ്യം അതുതന്നെയാണ്. നിന്റെ ജീവിത സാഹചര്യത്തിൽ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു? മലയാള സാഹിത്യ ശാഖയിൽ എന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ തകഴി ശിവശങ്കരപ്പിള്ള. അദ്ദേഹത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ ഇപ്രകാരം ഒരു കാര്യം പറയുന്നുണ്ട്. കുട്ടനാട്ടിൽ ഒരു കാലവർഷത്തിൽ വലിയ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആളുകളെല്ലാം ഒഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് ആ കഥയുടെ ഇതിവൃത്തം. ആളുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നു. അവർ പ്രിയപ്പെട്ട ആടുമാടുകളെയും കോഴികളെയും എല്ലാം കയറ്റിക്കൊണ്ട് വീട്ടുസാധനങ്ങളെല്ലാമായിട്ട് അവരുടെ വഞ്ചിയിൽ കയറി മുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു പട്ടിയുണ്ട്. ഈ പട്ടിയാകട്ടെ തൻ്റെ ജീവിതകാലം മുഴുവൻ തൻ്റെ യജമാനെ സേവിച്ച ഒരു പട്ടിയാണ്. ഈ വെള്ളം പൊങ്ങുന്നതിനനുസരിച്ച് യജമാനൻ തനിക്ക് പ്രിയപ്പെട്ട എല്ലാ വസ്തുക്കളെയും, തൻ്റെ വീട്ടു സാമാനങ്ങളെയും, തൻ്റെ വീട്ടിൽ താൻ വളർത്തുന്ന കോഴിയെയും ആടിനെയും പശുവിനെയെല്ലാം തൻ്റെ വള്ളത്തിൽ കയറ്റിക്കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയാണ്. വെള്ളം ആ വീടിൻ്റെ മുകൾ ഭാഗം വരെ എത്താറായി. അപ്പോഴും പട്ടി ആ മുകളിൽ കയറി നിൽക്കുകയാണ്. പട്ടിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയരുകയാണ്. ഇത്ര നാളായിട്ട് ഞാൻ എത്രയും കാര്യക്ഷമതയോടുകൂടി എൻ്റെ യജമാനെ ഞാൻ സേവിച്ചു, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു
വള്ളത്തിൻ്റെ ഉള്ളിൽ ഒരല്പം സ്ഥലം ലഭിക്കാത്തതെന്ന്. അവസാന നിമിഷം വരെ ഈ പട്ടി ചിന്തിക്കുകയാണ് തന്നെയും യജമാനൻ ആ വള്ളത്തിൽ കയറ്റി ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന്. പക്ഷേ എല്ലാം നിറച്ചതിന് ശേഷം യജമാനവും കുടുംബവും ആ തുരുത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇങ്ങനെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നായ മുകളിൽ കയറി നിന്ന് നോക്കുകയാണ് തൻ്റെ എല്ലാമായ യജമാനൻ തന്നെ വിട്ട് ദൂരത്തേക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് യജമാനൻ്റെ വള്ളം തിരിച്ചു വരികയാണ്. ഈ സമയം അത്രയും ഈ പുരമുകളിൽ നിന്നുകൊണ്ട് നായ ചിന്തിക്കുകയാണ് തൻ്റെ യജമാനൻ എന്താണ് തന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. പക്ഷേ യജമാനൻ തിരിച്ചു വരുന്ന കാണുമ്പോൾ ഈ നായക്ക് സന്തോഷമാകുന്നു. തന്നെ വീണ്ടും തൻ്റെ യജമാനൻ കൊണ്ടുപോകുമെന്ന് കരുതിക്കൊണ്ട് ഇവൻ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് യജമാൻ്റെ വിളിക്കായി. എന്നാൽ കറങ്ങിത്തിരിഞ്ഞു വന്ന വള്ളം വീണ്ടും ഈ ഭവനത്തിൻ്റെ അടുത്തെത്തുകയും അവിടെ വെച്ച് മറന്നുപോയ എന്തൊരു വസ്തു കൂടി എടുത്തുകൊണ്ട് ഈ പട്ടിയെ തിരിഞ്ഞു നോക്കാതെ അകലേക്ക് വള്ളം ഊന്നിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് തകഴി ശിവശങ്കര പിള്ള സാർ ആ കവിതയിൽ ഇപ്രകാരം എഴുതി വെക്കുന്നു: തൻ്റെ നിന്ന് അകന്നു പോകുന്ന ആ വള്ളത്തെ നോക്കിക്കൊണ്ട് ഈ പട്ടി ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാകാം, ഇനി ഒരിക്കലും ഞാൻ ആരെയും സ്നേഹിക്കില്ല എന്ന്, ഇനി ഒരിക്കലും ഞാൻ ആരെയും സേവിക്കില്ല എന്ന്. വിങ്ങുന്ന ഹൃദയവുമായി നിൽക്കുന്ന ആ പട്ടിയുടെ കഥയായിരുന്നു വെള്ളപ്പൊക്കത്തിൽ എന്ന മനോഹരമായ ആ കഥ. ഞാനിവിടെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഉള്ളിൽ മനുഷ്യനോടുള്ള സ്നേഹമുണ്ട്. ഓരോ ദിവസവും അവന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ തള്ളിക്കളയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ അകറ്റി നിർത്തുമ്പോൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന ദൈവമാണ് എന്ന്. ആ ദൈവം ഇന്ന് പത്രോസിനോട് ചോദിച്ച ആ ചോദ്യം, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യം, അത് വ്യക്തിപരമായി എടുക്കുമ്പോൾ നമുക്ക് വ്യക്തിപരമായി ഉത്തരം നൽകുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരാത്തതായിട്ട് എന്തുണ്ട്? എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ടും ദൈവത്തോട് നന്ദിയുള്ളവരാണോ നമ്മൾ? ഈ കഥയിലെ പോലെ നമ്മളെ കാത്തിരിക്കുന്ന, നമുക്കായി എപ്പോഴും മിഴികൾ ഉന്നി കാത്തിരിക്കുന്ന ഒരു പിതാവിനെക്കുറിച്ച് സുവിശേഷൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഉപമകളിൽ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ, അല്ലാതെ ഇല്ലെങ്കിൽ കാണാതായ ആട്ടിൻകുട്ടിയുടെ ഉപമയിലെല്ലാം നമ്മൾ കേൾക്കുന്നത്, വായിച്ച് കേൾക്കുന്നത്, വായിച്ച് മനസ്സിലാക്കുന്നത് ഇതുപോലെ തിരിച്ചു വരാൻ കാത്തിരിക്കുന്ന ഒരു സ്നേഹത്തെയാണ്. ആ സ്നേഹം എന്തുകൊണ്ടാണ് നമുക്കായി കാത്തിരിക്കുന്നു എന്നുള്ളതിന് വലിയ ഒരു ഉത്തരം ഇന്ന് സുവിശേഷം തരികയാണ്. ഈശോ നമ്മളോട് ചോദിക്കുകയാണ്, ഡു യു ലവ് മീ മോർ ദാൻ എനിത്തിങ്, മോർ ദാൻ എനിവൺ ഇൻ ദിസ് വേൾഡ്? ഈ ദിവസം ഉദിതനായ ക്രിസ്തുവിൻ്റെ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, നീ എനിക്കായി കാത്തിരിക്കുന്നത് പോലെ ഞാൻ നിനക്കായി കാത്തിരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. നിൻ്റെ ഓരോ ചോദ്യത്തിനും വ്യക്തവും ഉറച്ചതുമായ മറുപടി നൽകുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.